നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈയൊരു വർഷത്തെ വിഷുഫലത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന ഗുണാനുഭവങ്ങൾ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിലെ ദശ, അപഹാരം, ഓരോ ഗ്രഹങ്ങളും ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, ഇവയെല്ലാം മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. മറുപടി വോയിസ് മെസ്സേജായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷപരമായ അനുഭവം, അല്ലെങ്കിൽ ജോലി നടക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല, വിദ്യാഭ്യാസത്തിൽ തടസ്സം, ബിസിനസ്സിൽ പരാജയം എന്നിങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ളതും കൂടി ഒന്ന് എഴുതി അയയ്ക്കുക. കാരണം എല്ലാ മാസവും നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നമ്മൾ ഈ പേരെന്നാണ് ഉൾപ്പെടുത്തി എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നേട്ടങ്ങൾ, വിജയങ്ങൾ, അംഗീകാരങ്ങൾ, അതായത് നമുക്ക് കിട്ടാനുള്ള ആ ഒരു ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഒരുപാട് ആൾക്കാർ നമുക്ക് തിരിച്ച് മറുപടി നൽകുന്നുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിയ ശേഷം ചെറിയ രീതിയിലുള്ളൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ വന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ദോഷങ്ങൾ മാറുവാൻ സാധ്യതയുണ്ട്. നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായി പൂജയിൽ നിങ്ങളുടെ പേരെന്താണ് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഈയൊരു വർഷത്തെ വിഷുഫലത്തിൽ അനിഴം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത യാത്രകൾ വേണ്ടിവരും. എന്നാൽ ആ യാത്രയിൽ നേട്ടങ്ങൾ, വിജയങ്ങൾ, ധനലാഭവും കൈവരിക്കുവാൻ സാധിക്കും. മാനസിക സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തടസ്സങ്ങൾ മാറിക്കിട്ടി കാര്യങ്ങൾ നിങ്ങളിറങ്ങുന്ന കാര്യങ്ങൾ പുരോഗതിയിലോട്ട് എത്തിച്ചേരുവാനും സാധിക്കും. ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഗ്രഹം നിർമ്മിക്കുന്നതിന് വേണ്ടിയോ ധനം ചിലവാക്കുകയും ആ ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുകയും ചെയ്യും. പുതിയ ഗ്രഹം നിർമ്മിക്കുവാനോ വാങ്ങുവാനോ സാധിക്കും. ബിസിനസ്സിൽ പണച്ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ലാഭം വരുന്നതനുസരിച്ച് ചിലവുകളും കൂടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ സന്തതികളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ദൂരെ യാത്ര പോകുവാനും അതിൽ മനസ്സന്തോഷം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ത്വക്കുപരമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ അലർജി സംബന്ധമായ വിഷയങ്ങൾ എന്നിവ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ജാതകം തന്നെയാണ്. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നതിൽ കാലതാമസം എടുക്കും എന്നാണ് നിഗമനം. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇറങ്ങുക. അല്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സന്താനങ്ങളുടെ രോഗാവസ്ഥയിൽ ഒരുപാട് മനസ്സിന് വിഷമം നൽകുക തന്നെ ചെയ്യും. കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം, അംഗീകാരം, വിജയം എല്ലാം ഉണ്ടാകുന്ന മനോഹരമായൊരു വർഷം തന്നെയാണ്. വസ്തു സംബന്ധമായി നിന്നിരുന്ന പ്രശ്നങ്ങൾ മാറുകയും ധനലാഭം ഉണ്ടാകുകയും ചെയ്യുന്നൊരു വർഷം. തൊഴിലിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും നമ്മളുടെ മടി, അലസത മൂലമാണ് പല കാര്യങ്ങളും ഉന്നതിയിലെത്താതെ പോകുന്നത്. ജോലിയിൽ ആഗ്രഹിച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ പണമിടപാടുകൾ നടത്തുമ്പോൾ
വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. പണമിടപാടുകളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ അപവാദങ്ങളും കേൾക്കുവാനോ അപമാനിക്കപ്പെടുവാനോ സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ വന്നു ചേരും. അതിനുവേണ്ടി നിങ്ങൾ യാത്രകൾ ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക, ധനം മുടക്കുക. എന്നാൽ അവസാനം നേട്ടമുണ്ടാകുക തന്നെ ചെയ്യും. ജോലി സംബന്ധമായ നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷത്തിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പ്രണയ പരാജയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രണയിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് പ്രണയപരാജയമോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കപ്പെടുകയോ നിങ്ങളെ പറ്റിക്കുകയോ ഇതിനുള്ള ചാൻസ് എല്ലാം കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ ഒരു അനുഭവം ജീവിതത്തിൽ വരും എന്നുറപ്പുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക. പറ്റിക്കുന്ന ആളിനേക്കാളും പറ്റിക്കപ്പെടുന്ന ആളിനാണ് കൂടുതൽ ദുഃഖം. കൂടാതെ അങ്ങനെ നമ്മളൊരാളിൻ്റെ മുന്നിൽ വിഡ്ഢിയാവാൻ നിന്നു കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ പ്രണയിക്കുന്നവർ സൂക്ഷിക്കുക, നിങ്ങളെ പറ്റിക്കുവാൻ എതിരാളികൾ കാത്തിരിക്കുകയാണ്. എന്നാൽ കുടുംബജീവിതത്തിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നൊരു വർഷമാണ്. വളരെ ശ്രദ്ധാപൂർവം ആ കാര്യവും കൈകാര്യം ചെയ്യുക. കാരണം കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞ് താമസിക്കുക, അകന്ന് താമസിക്കുക, അവർ തമ്മിൽ യോജിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലാണ്. സൂക്ഷിക്കുക. വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്തിൽ പോയി പഠിക്കുവാനോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അവയിലെല്ലാം നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനവും ചെയ്യേണ്ടി തന്നെ വരും. എന്നാൽ നമുക്ക് നേട്ടമുണ്ടാകും, വിജയമുണ്ടാകും, ധനലാഭം ഉണ്ടാകും, ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, ലക്ഷ്മി ദേവിയെ പൂജിക്കുക. ലക്ഷ്മി ദേവിക്ക് ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ദേവിയുടെ നാമങ്ങളൊക്കെ ജപിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.